വാർത്തയിലേക്ക് വരാം. സപ്ലൈകോയിൽ അവശ്യ സാധന ക്ഷാമമുണ്ടെന്ന് നിയമസഭയിൽ തുറന്ന് സമ്മതിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. പ്രശ്ന കാരണം കേന്ദ്ര നയങ്ങളാണെന്നും പ്രതിസന്ധി വേഗത്തിൽ പരിഹരിക്കുമെന്നും ഭക്ഷ്യമന്ത്രി സഭയെ അറിയിച്ചു. കുത്തക കമ്പനികൾക്ക് വേണ്ടി സർക്കാർ സപ്ലൈകോയെ ദയാവധത്തിന് വിധേയമാക്കുന്നെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സപ്ലൈകോ നേരിടുന്ന പ്രതിസന്ധിയും അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവും സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രതിസന്ധിയുണ്ടെങ്കിൽ അതിന് കുറ്റം പറയേണ്ടത് മന്ത്രിക്കൊപ്പം സഭയിലിരിക്കുന്ന മുൻനിരയാണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച ഷാഫി പറമ്പിൽ പറഞ്ഞു. CPI നേതൃയോഗത്തിലെ വിമർശനമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷാഫിയുടെ പ്രസംഗം. അങ്ങ് എത്ര കത്തെഴുതിയിട്ടും ഈ പണം ഈ സർക്കാർ തരുന്നില്ലെങ്കിൽ, ധനവകുപ്പ് അതിന് പരിഗണിക്കുന്നില്ലെങ്കിൽ, അങ്ങയുടെ കൈയെഴുത്ത് നന്നായി എന്ന് CPI സംസ്ഥാന കൗൺസിലിന് തോന്നിയിട്ടും ജനങ്ങളുടെ തലയിലെഴുത്ത് മോശമായി തുടരുന്നു എന്നുള്ള വസ്തുത ദയവായി അംഗീകരിക്കണം. ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു, അവിടെ ഈ സാധനങ്ങളില്ല, തിരിച്ചു വരുന്നു. വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക? അത് മാവേലി പോയിട്ട് വരിക. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല സാർ. ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു, നിർത്തണം. സപ്ലൈകോ പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റ് നിർദ്ദേശം ഒന്നുമില്ലാത്തതിൽ ധനവകുപ്പിനോട് രൂക്ഷ എതിർപ്പുള്ള CPI മന്ത്രിയുടെ പ്രതികരണത്തിലായിരുന്നു ഏവരുടെയും ശ്രദ്ധ. 2 മാസമായി അവശ്യ സാധന ക്ഷാമം മന്ത്രി സമ്മതിച്ചു. പ്രശ്നം പലതാണ്. പക്ഷേ സപ്ലൈകോയെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി. കഴിഞ്ഞ 2 മാസമായി ചില ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യല്ലേ. നികുതി വിഹിതവും നഷ്ടപരിഹാരവും അടക്കം സംസ്ഥാനത്തിന് 57,000 കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിലോ പുറത്തോ ഉണ്ടായ ചർച്ചകൾ അത് ഇവിടുത്തെ ഒരു ആധികാരികമായ രേഖയാക്കി കൊണ്ടുവരുന്ന രീതി നിർഭാഗ്യകരമാണ്. പണം തരാത്ത ധനവകുപ്പിനെതിരെ സംസാരിക്കാൻ ഭക്ഷ്യമന്ത്രി പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. സപ്ലൈകോ അടച്ചാൽ കുത്തക കമ്പനികൾ കടന്നു വരും, സംശയമില്ല. അപ്പൊ കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവധം ഒരുക്കി കൊടുക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മീഡിയ 1 തിരുവനന്തപുരം.